നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാഹു രാശിമാറ്റം നടത്തിയിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ കുംഭം രാശിയിലാണ് രാഹു സംക്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 18 മാസത്തോളം രാഹു കുംഭം രാശിയിൽ തന്നെയാണ് തുടരുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായി 2026 വരെ ഈ രാശിമാറ്റത്തിൻ്റെ സ്വാധീനം നിലനിൽക്കുകയും ചെയ്യും. അതിൻ്റെ ഫലമായി ജീവിതത്തിൽ മാറ്റം വരികയും ചെയ്യുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. 15 നക്ഷത്രക്കാർക്കാണ് ഇങ്ങനെ രാഹുവിൻ്റെ രാശിമാറ്റം നിമിത്തം 2026 വരെയുള്ള സമയം വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാനായി തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് പരിഹാരമാകുന്ന സമയം കൂടിയാണ് ഈ 15 നക്ഷത്രക്കാർക്ക് തുടങ്ങിയിരിക്കുന്നത്. വളരെയധികം മാറ്റങ്ങളിലൂടെയായിരിക്കും ഈ 15 നക്ഷത്രക്കാർ കടന്നു പോകാൻ പോകുന്നത്. ആ 15 നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പറയാൻ പോകുന്നത്. രാഹുവിൻ്റെ രാശിമാറ്റം 2026 വരെ നേട്ടങ്ങൾ നൽകുന്ന 15 നക്ഷത്രക്കാരാണുള്ളത്. അതിൽ ആദ്യത്തെ 3 നക്ഷത്രങ്ങൾ കുംഭം രാശിയിൽ വരുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ 3 നക്ഷത്രങ്ങളാണ്. ഈ 3 നക്ഷത്രക്കാർക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ 2026 വരെയുള്ള സമയം വന്നു ചേരുന്നതാണ്. ഏത് പ്രവൃത്തിയിലും ആത്മവിശ്വാസം നിലനിൽക്കും, ആത്മവിശ്വാസം നിഴലിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ കൃത്യമായി ധൈര്യത്തോടു കൂടി പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ചില അംഗീകാരങ്ങളൊക്കെ 2026 ആ ഒരു സമയം, ഇപ്പോൾ മുതൽ തുടങ്ങി 2026 വരെയുള്ള സമയം, ആ ഒരു കാലഘട്ടത്തിനുള്ളിൽ ചില അംഗീകാരങ്ങളൊക്കെ തേടി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ ചില സുഹൃത്ത് ബന്ധങ്ങൾ, ചില സൗഹൃദ വലയങ്ങളൊക്കെ നിങ്ങൾക്ക് തേടിയെത്തുന്നതാണ്. അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ മാറ്റങ്ങളെ തരുന്ന ചില ബന്ധങ്ങളായിരിക്കും. അതിൽ ചിലപ്പോൾ വിവാഹബന്ധം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ചില ആളുകൾ പരിചയം അല്ലെങ്കിൽ ബന്ധുഭാഗത്ത് നിന്ന് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ ചില സുഹൃത്തുക്കളിൽ നിന്ന് തന്നെ ചില വിവാഹ ആലോചനകളും ഒക്കെ എത്തിച്ചേരാനുള്ള സാധ്യതയും ഈ സമയം ഉണ്ടാകുന്നതാണ്. അപ്രതീക്ഷിതമായി വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ കൂടി നിങ്ങളെ തേടിയെത്തുന്നതാണ്. പെട്ടെന്നുള്ള ചില ധനലാഭത്തിനും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നുള്ള ചില ധനലാഭം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് ലോട്ടറി ഭാഗ്യേന അല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യവും നമുക്ക് എടുത്തു പറയാവുന്നതാണ്. അതായത് പെട്ടെന്ന് നമ്മളിലേക്ക് ധനം എത്തുന്നതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ചില അപ്രതീക്ഷിത ധന യോഗം കൂടി ഈ ഒരു സമയത്ത് കാണേണ്ടതാണ്. എങ്കിലും ആരോഗ്യപരമായിട്ട് അല്പം ശ്രദ്ധ കൊടുക്കേണ്ട സമയം കൂടിയാണ്. ചെറിയ അശ്രദ്ധ പോലും ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് എത്തിച്ചേക്കാം. അപ്പോൾ ചെറിയ ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകളോ അസുഖങ്ങളോ വരികയാണെങ്കിൽ അത് വെച്ച് നീട്ടിക്കൊണ്ടിരിക്കാതെ അത് വൈദ്യസഹായം തേടണം എന്ന് തന്നെയാണ് പറയുന്നത്. ചില ആളുകളുണ്ട്, ചെറിയ ചില അസുഖങ്ങളൊക്കെ വരുമ്പോൾ നാട്ടുവൈദ്യങ്ങൾ അല്ലെങ്കിൽ വീട്ടിലുള്ള ചെറിയ പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ച് പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത് എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ആരോഗ്യപരമായി അല്പം ശ്രദ്ധ കൊടുക്കണം എന്നതാണ് ഇവിടെ എടുത്തു പറയാനായിട്ടുള്ളത്. കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്കും കഠിനാധ്വാനത്തിന് ഫലം കാണാൻ പോകുന്ന സമയമാണ് തുടങ്ങിയിരിക്കുന്നത്. നല്ല രീതിയിൽ അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു നീക്കിരിപ്പൊന്നും ഇല്ലാതിരിക്കുന്നതായിട്ടുള്ള കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്ക് ഒരു നീക്കിരിപ്പിൻ്റെ, ഒരു സേവിങ്സിൻ്റെയൊക്കെ സമയം തുടങ്ങുകയാണ്. ശമ്പള വർധനവ് ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. പ്രൊമോഷനുള്ള സാധ്യത കാണുന്നുണ്ട്. അതേപോലെ ജോലി അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഉത്തമമായ ജോലി ലബ്ധിക്കുള്ള സമയം കൂടി ഇവിടെ ഉണ്ടാകുന്നുണ്ട്. രാഹുവിൻ്റെ ഈ രാശിമാറ്റം നിമിത്തം ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകും. ഉത്തമമായ ഇണയെ കണ്ടുപിടിക്കാനുള്ള ഭാഗ്യമുണ്ടാകും. വിവാഹം കഴിഞ്ഞ ആളുകൾക്ക്, ദമ്പതികൾക്ക് വളരെയധികം നല്ല ഒരു സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന സമയം കൂടിയാണ്. ഐക്യമുണ്ടാകും. കുടുംബത്തിൽ ദൃഢമായ ബന്ധങ്ങൾ ഉണ്ടാകും. ബന്ധം ദൃഢമാകും. ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടായിരുന്നതൊക്കെ രമ്യതയിലാക്കാൻ സാധിക്കുകയും ബന്ധങ്ങൾ വീണ്ടും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഇവിടെ രാഹു സഹായിക്കുന്നുണ്ട്. സാമ്പത്തികമായി വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. പുതിയ ചില വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടും. അത് ഒന്നല്ല ഒന്നിലധികം വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടുമെന്നതാണ് ഇവിടെ കാണുന്നത്. വളരെ വലിയ മാറ്റത്തിൻ്റെ സമയം തന്നെയാണ്. ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത്. ജീവിത നിലവാരം മെച്ചപ്പെടുന്ന സമയമാണ്. ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ സമയമാണ്. മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ കൂടി ഇവിടെ രാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നതാണ് ഏറ്റവും മേന്മയായി കാണേണ്ടത്. ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്കും ഇപ്പോൾ തുടങ്ങി 2026 വരെയുള്ള സമയം വളരെയധികം നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും സമയമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ ലാഭങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ബിസിനസ് കൊണ്ട് നേട്ടമുണ്ടാകും. ബിസിനസ് വിപുലീകരിക്കാൻ അല്ലെങ്കിൽ വികസിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പുതിയ ചില സംരംഭങ്ങളൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വളരെ നല്ല സമയം തന്നെയാണ്.
ഇനി വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് വന്നാൽ അനുകൂലമായ സമയമാണ്. പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കൂടി ഇവിടെ രാഹു നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. വിജയം നേടാനായി സാധിക്കുന്ന സമയമാണ്. കൂടാതെ അവിവാഹിതരായി കഴിയുന്ന ആളുകൾക്ക് ഉത്തമ ഇണയെ ലഭിക്കാനുള്ള ഉത്തമ വിവാഹ യോഗം കൂടി ഈ സമയത്ത് തെളിയും. കുടുംബത്തിൽ സന്തോഷമുണ്ടാകും, സമാധാനം, കുടുംബത്തിൽ ഐക്യം വന്നു ചേരുന്ന സമയമാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളണം. നിങ്ങൾക്കൊരു ഊർജ്ജം ഉണ്ടാകുന്നതായിട്ട്, അല്ലെങ്കിൽ ഏത് കാര്യത്തെയും പണ്ട് പിന്നെ ആകട്ടെ എന്ന് മാറ്റി വെച്ചിരുന്ന നിങ്ങൾക്ക് ഇനി ഊർജ്ജസ്വലമായി ഏത് കാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ സ്വയം നിങ്ങളെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ രാഹുവിൻ്റെ രാശിമാറ്റത്തിൻ്റെ സ്വാധീനം നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനായി സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളെ ഒന്ന് വിലയിരുത്തുക. ഇതിനു മുന്നേയുള്ള സമയങ്ങളിൽ എങ്ങനെയായിരുന്നു നിങ്ങൾ, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നൊരു ഊർജ്ജസ്വലമായ ജീവിതം, ഏത് കാര്യത്തിനും ഒരു ആത്മവിശ്വാസം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, രാഹു പ്രവർത്തിച്ചു തുടങ്ങി. അതിൻ്റെ മാറ്റം തന്നെയാണ് 2026 കഴിയുന്നതിന് മുന്നേ ഉള്ള സമയം വരെ വളരെ നല്ല ശ്രേഷ്ഠമായ സമയമാണ്. അപ്പോൾ 2025 പകുതി മുതൽ 26 വരെയുള്ള ആ ഒരു സമയം നിങ്ങളുടെ സമയമാണ്. നിങ്ങളുടെ നേട്ടത്തിൻ്റെ, നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ, നിങ്ങളുടെ ഐശ്വര്യത്തിൻ്റെ സമയം തന്നെയാണ്. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്കും രാഹുവിൻ്റെ ഈ ഒരു രാശിമാറ്റം വളരെ അനുകൂലമായി തന്നെയാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും. മാനസികമായ ടെൻഷൻ അല്ലെങ്കിൽ മാനസികമായ ഒരുപാട് പ്രഷർ അനുഭവിക്കുന്ന ഒരു സന്ദർഭങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറുന്ന സമയമാണ്. അംഗീകാരം ഉണ്ടാകും, സ്ഥാനക്കയറ്റം, അതായത് പ്രൊമോഷനൊക്കെ ഉണ്ടാകും. പുതിയ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. ആഗ്രഹങ്ങൾ സഫലീകൃതമാകും. ആഗ്രഹങ്ങൾ സഫലമാക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. സാമ്പത്തികമായി വളരെയധികം മെച്ചം ഉണ്ടാകുന്ന സമയം കൂടിയാണ്. പുതിയ ചില അറിവുകൾ അല്ലെങ്കിൽ പുതിയ ചില കാര്യങ്ങൾ പഠിക്കണമെന്ന ആഗ്രഹം, ചിലപ്പോൾ ഇനി പഠിത്തമൊക്കെ മതിയായി നിർത്തി നിൽക്കുകയായിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും ചില പുതിയ കോഴ്സുകളൊക്കെ കാണുമ്പോൾ അതിലേക്ക് ചേരാനുള്ള ഭാഗ്യവും മനസ്സുമൊക്കെ വരുന്ന സമയമാണ്. അറിവ് വർദ്ധിക്കാൻ അല്ലെങ്കിൽ ജ്ഞാനം വർദ്ധിപ്പിക്കാനുള്ള പല മാർഗ്ഗങ്ങളും ഇനി നിങ്ങൾക്ക് തേടാനായി സാധിക്കും. പുതിയ പല കാര്യങ്ങളും പഠിക്കാൻ, പുതിയ ചില കോഴ്സുകളിലേക്കൊക്കെ പോകാനും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തുടർ പഠനം നടത്താനും, പഠനം മുടങ്ങി ആളുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ പഠനത്തെ വീണ്ടും തുടർന്ന് കൊണ്ടുപോകാനും ഇവിടെ രാഹു നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. മകീരം 2ാം പകുതി ഭാഗം, തിരുവാതിര, പുണർദം മുക്കാൽ വരുന്ന മിഥുനം രാശിക്കാരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിലും രാഹുവിൻ്റെ ഈ രാശിമാറ്റം വളരെയധികം ഭാഗ്യമാണ്. നിങ്ങൾക്ക് തൊഴിലില്ലായ്മയൊക്കെ മാറുന്നതാണ്. തൊഴിലിനാൽ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന ഇടത്ത് വളരെയധികം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ പലവിധ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. ജോലിയിൽ, കർമ്മമേഖലയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും ഒക്കെയുള്ള ഭാഗ്യം കാണുന്നുണ്ട്. വരുമാനം വർദ്ധിക്കുന്നതാണ്. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നതാണ്. മോചനം ഉണ്ടാവുകയാണ്. സാമ്പത്തികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് വലച്ചിലുകൾ, ദുരിതങ്ങളൊന്നുമില്ലാത്ത അവസ്ഥ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം ഉണ്ടാകുന്നതാണ്. കടബാധ്യതകൾ മാറും എന്നതാണ് നിങ്ങൾക്കിപ്പോൾ ഏറ്റവും അധികം നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ഏറ്റവും അധികം സമാധാനം നൽകുന്നതുമായ വാർത്ത അതാണ്. കടബാധ്യതകളിൽ നിന്ന് മോചനം ഉണ്ടാകും. വളരെ കൃത്യമായി നിങ്ങളിത് മനസ്സിൽ സൂക്ഷിച്ചോളൂ. ഇത് അനുഭവത്തിൽ വരുന്ന കാര്യമാണ്. കടബാധ്യതകളിൽ നിന്ന് മോചനം നേടാൻ അപ്രതീക്ഷിതമായി നിങ്ങളുടെ കയ്യിലേക്ക് ധനം എത്തിച്ചേരുന്നതാണ് ഇവിടെ. കൂടാതെ നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യന് സുഖ സൗകര്യങ്ങളെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ആഭരണങ്ങൾ, കിടക്കാൻ പാർപ്പിടം, യാത്ര ചെയ്യാൻ വാഹനം, ഇതൊക്കെയാണല്ലോ ഒരു മനുഷ്യൻ്റെ സുഖ സൗകര്യങ്ങൾ അല്ലെങ്കിൽ സുഖഭോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പല സുഖ സൗകര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. പല ആശയങ്ങളും മനസ്സിലേക്ക് രൂപം കൊള്ളാറുണ്ട്. അതായത് നമ്മൾ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ആകെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ, ആകെ ഒരു ഇരുട്ട്, നമ്മൾക്കുടെ മുന്നിലേക്ക് ഒരു വഴിയും തെളിയുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തി അതിലൂടെ കടന്നു വന്നവരാണ് നമ്മൾ ഏവരും. അപ്പോൾ നമ്മൾക്ക് താങ്ങായി തണല ഒരു അഡ്വൈസ് പറഞ്ഞു തരാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയും നമ്മൾക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ആ അവസ്ഥയ്ക്ക് മാറ്റം വരികയാണ്. നിങ്ങൾക്ക് ശരി പറഞ്ഞു തരാൻ, നിങ്ങളെ തെറ്റിൽ നിന്ന് തിരുത്തി മാറ്റി നിർത്തി ശരിയിലേക്ക് വീണ്ടും നയിപ്പിക്കാനുള്ള ചില ശക്തികൾ, ചില പ്രേരണ ശക്തികൾ നിങ്ങളിലേക്ക് എത്തുമെന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത്രത്തോളം വലിയൊരു മാറ്റം നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വളരെ ഭക്തിയോട് പ്രാർത്ഥിച്ച് ധൈര്യമായി മുന്നോട്ട് പോവുക. വളരെ നല്ല സമയമാണ് 2026. ഇപ്പോൾ മുതൽ 2026 വരെയുള്ള സമയം നിങ്ങളുടെ സമയമാണ്. ധൈര്യമായി കുടുംബക്ഷേത്ര ദർശനമൊക്കെ നടത്തി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. വളരെ ഭാഗ്യദായകമായ സമയമാണ് നിങ്ങൾക്ക്.